ഹലോ ഗായ്സ്, അപ്പം നമ്മളിന്ന് ഒരു വണ്ടിപ്രാന്തൻ്റെ സ്വപ്നം ഇന്ന് നമ്മൾ നടത്താനായിട്ട് പോവാണ്. ഇപ്പം തന്നെ കുറച്ച് പേർക്ക് മനസ്സിലായി കാണും. അതെ ഗായ്സ്, നമ്മളിന്നൊരു ചേസ് എടുക്കാൻ പോവാണ്. അപ്പം എൻ്റെ ശബ്ദം ഇങ്ങനെ ഇരിക്കുന്ന എനിക്ക് പനിയാണ്. അപ്പം നമ്മൾ ഇനി ലാഗ് അടിപ്പിക്കുന്നില്ല. അപ്പം നമുക്ക് പോവാം. അപ്പം നമ്മൾ ഈ കാറിലാണിന്ന് പോകാൻ പോണത്. തിരിച്ച് കാർ എൻ്റെ ഒരു കൂട്ടുകാരൻ കൊണ്ടുവരും. ഇപ്പം നമ്മൾ കാറിൽ കയറി പോവാണ്. പിന്നെ ഐസ് നമ്മൾ ഇന്ന് ചേസ് രാത്രി ഈ സമയത്ത് എടുത്തിട്ട് ഒരു നാളെയൊക്കെ ആകുമ്പോൾ നാളെയൊക്കെ ആകുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് തിരിക്കും. ഇന്നിപ്പോൾ തൽക്കാലം നമ്മളൊരു വർക്ക്ഷോപ്പിലാണ് ചേസ് കൊണ്ടിടുന്നത്, ഇവിടെ ഇടുന്നില്ല. ഇന്ന് രാവിലെയൊക്കെ ഒരു നേരം വെളുക്കുമ്പം നമുക്ക് വീട്ടിൽ കൊണ്ടിടാം. മഴ പെയ്യുന്നുണ്ട്. ഇവിടുത്തെ മഴ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നിൽക്കും, അതുകൊണ്ട് പിന്നെ പേടിക്കേണ്ട കാര്യമില്ല. നമ്മളെ വീട്ടിൻ്റെ കുറച്ച് അടുത്ത് തന്നെയാണ് ഈ ഷോറൂം ഉള്ളത്. പിന്നെ ഇത് ഷോറൂം എന്ന് പറയാൻ പറ്റില്ല, അവരൊരു ബ്രാഞ്ച് പോലെ. അവിടെ അങ്ങനെ വലിയ വണ്ടികളൊന്നും കാണത്തില്ല. നമ്മളിപ്പം നല്ല സ്പീഡിലാണ് പോകുന്നത്. ഇവിടുത്തെ നാട്ടുകാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹോൺ അടിച്ചാൽ മതി, അവർ മാറ്റി തരും, സൈഡ് തരും, നമുക്ക് ഓവർടേക്ക് ചെയ്തോ സൈഡൊക്കെ തരും. പിന്നെ ഇവർക്കൊന്നും തന്നെ ഒരു സ്പീഡിൽ പോകണം എന്നുള്ളൊരു മൈൻഡില്ല. ഇവർ പതുക്കെ ഇഴഞ്ഞിഴഞ്ഞാണ് പോകണം ഇവിടുത്തെ ആൾക്കാർ. അപ്പം നമ്മളിപ്പം സ്റ്റിൽ ഡ്രൈവിങ്ങിൽ തന്നെയാണ്. പിന്നെ എൻ്റെ കൂട്ടുകാരന്മാരെയോ കുടുംബക്കാരെയോ ആരെയോ ഞാൻ കൂട്ടിയിട്ടില്ല. അപ്പോൾ എൻ്റെ ഒരൊറ്റ കൂട്ടുകാരൻ മാത്രമേ ഈ കാര്യം അറിഞ്ഞിട്ടുള്ളൂ, അതായത് ഈ കാർ എടുക്കാൻ പറഞ്ഞ കൂട്ടുകാരൻ. അപ്പം അവനും ഞാനും കൂടെ ആയിരിക്കും പ്രകാശിലോട്ട് പോണത്. അവൻ ഈ കാറും കൊണ്ട് ചിലപ്പോൾ അങ്ങ് ബാംഗ്ലൂർ പോവും, അല്ലെങ്കിൽ അവൻ എങ്ങനെയെങ്കിലും ബാംഗ്ലൂർ പോവും. എന്തായാലും എൻ്റെ കൂടെ ആയിരിക്കില്ല പറഞ്ഞത്. ബസ്സൊക്കെ എടുത്ത് കഴിഞ്ഞ് നല്ല പണിയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം പുതിയൊരു കാർ വാങ്ങിക്കാൻ. ഇപ്പം നിങ്ങൾ നല്ലൊരു കാർ സജസ്റ്റ് ചെയ്യും, ഞാൻ അത് വാങ്ങിക്കാം. നമ്മളിവിടെ നിന്ന് കുറച്ച് ദൂരേ ഉള്ളൂ നമ്മുടെ ഷോറൂമിലേക്ക്. ഞാൻ ആദ്യം വിചാരിച്ചത് കൊച്ചിയിൽ പോകാമെന്നാണ്, പക്ഷേ ഇവിടുന്ന് നല്ല ദൂരമുണ്ട്. നമുക്ക് അടുത്ത് ഷോറൂം അടക്കമില്ലേ, അപ്പം ഇവിടെ നിന്ന് വിചാരിച്ചു. മിക്കവാറും ആ കാണുന്ന പെട്രോൾ പമ്പിലായിരിക്കും എൻ്റെ ബസ് ഒതുക്കിയിടുന്നത്, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കൊണ്ടിടുകയും ചെയ്യും, എൻ്റെ വീട്ടിൽ ഇടുകയും ചെയ്യും. അങ്ങനെ ആയിരിക്കും ഞാൻ ചെയ്യണത്. എനിക്കൊരു ഇനിയൊരു ബൈക്കും കൂടെ വാങ്ങിക്കണം. അതായത് ഇങ്ങനത്തെ ആവശ്യങ്ങൾക്കൊക്കെ കാറിലും വരാം, ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ ബൈക്കിലും പോവാം. അപ്പോൾ നമ്മൾ ഷോറൂമിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് നമുക്ക് യൂ ടേൺ എടുത്തിട്ട് വളച്ച് പോവാം. ആ സ്ഥലമാണ് നമ്മുടെ ഇതാണ് ഷോറൂം എന്ന് പറയാൻ പറ്റത്തില്ല. നമ്മുടെ ചേസ് ഇല്ലല്ലോ അവിടെ. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞ്
ചെക്കിങ് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നമ്മുടെ ഈ ക്വാളിറ്റി ചെക്കിങ്ങും അങ്ങനത്തെ എല്ലാം ചെക്കും നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഒരു 15 മിനിറ്റ് എടുക്കുമെന്ന് പറഞ്ഞു ഇവിടെ എത്താൻ. അപ്പം നമ്മളെന്ത് ചെയ്തു, എൻ്റെ കൂട്ടുകാരനെ വിളിച്ച് അവൻ കാർ എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി വരുമെന്ന് പറഞ്ഞ് അവനെ കാത്ത് ഇപ്പം നിൽക്കുകയാണ് നമ്മൾ. ഇവിടെ ഒരു ചെറിയ ഗ്രൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ എന്തിനാന്ത ഗ്രൗണ്ടൊന്നും എനിക്കറിഞ്ഞൂടാ. ഇവിടെ ഗേറ്റൊന്നുമില്ല. ഒരു ഗേറ്റ് ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു അല്ലേ. അങ്ങനെ ഗായ്സ്, നമ്മുടെ കാറാണെങ്കിൽ എൻ്റെ കൂട്ടുകാരൻ എടുത്തുകൊണ്ട് പോയി. അപ്പോൾ എന്താ, നമ്മളെ ചേസും ഇവിടെ എത്തിയിട്ടുണ്ട്. ചേസ് ഇതോടൊപ്പം ഉണ്ട്. ഞാൻ ചെന്ന് നോക്കി, എല്ലാം സെറ്റാണ്. അപ്പം കൂടെ എല്ലാം കാണിച്ചു തരാം. ചേസിൽ വലുതായിട്ട് പറയാനൊന്നുമില്ല. പിന്നെ നമ്മൾ നെറ്റിപ്പട്ടൊന്നും വെച്ച് ഓവറാക്കണില്ല. നെറ്റിപ്പട്ടൊന്നും വെച്ച് നമ്മൾ ഓവറാക്കിയിട്ടില്ല എന്തായാലും. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നെറ്റിപ്പട്ടം പിന്നെ പൂവ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും നമ്മൾ വെക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. റിബൺ മാത്രം നമ്മളിതാ കെട്ടിയിട്ടുണ്ട്. പിന്നെ ചേസ് എന്ന് പറയുമ്പം സാധാ പോലെ തന്നെ ഉണ്ട്, അല്ല വേറെ വ്യത്യാസം അങ്ങനെയൊന്നുമില്ല. അപ്പോൾ നമ്മളിതാ ചേസി കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ അകത്തിരുന്നുള്ള വ്യൂ. അപ്പോൾ നമുക്കിനി ഐശ്വര്യമായിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തിട്ട് നമുക്ക് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തിട്ട് നൈസിനെ എടുത്തുകൊണ്ട് പോവാം. അപ്പം എനിക്ക് വയ്യാത്തതുകൊണ്ടാണ് കേട്ടോ ഈ ശബ്ദം ഇതൊക്കെ. ചേച്ചി മാറേച്ചി. അപ്പം ഗൈസ്, നമ്മൾ സൈഡൊക്കെ നോക്കി നമുക്കൊന്ന് എടുത്തുകൊണ്ട് പോവാം. നമ്മളിതാ എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ചേസും കൊണ്ട് പോവാണ്. നല്ല സ്പീഡുണ്ട്. റിവേഴ്സ് എടുക്കാനായാലും നല്ല സ്പീഡുണ്ട്. ഞാൻ റിവേഴ്സ് എടുത്ത് നോക്കി, നല്ല സ്പീഡുണ്ട് റിവേഴ്സിനായാലും ഫോർവേഡിനായാലൊക്കെ. പിന്നെ അധികം വെയിറ്റ് വരുന്നില്ല, അതാണ് ഇത്ര സ്പീഡിൽ പോകാൻ കാരണം. വെയിറ്റ് ഇപ്പം അധികം ഇല്ല. ബോഡിയെല്ലാം കെട്ടി വരുമ്പോൾ ഒരു 12 ടണ്ണാവും. ഇതിപ്പം എത്ര ടൺ ഉണ്ടാവും എനിക്ക് കൃത്യം അറിഞ്ഞൂടാ. ഇവിടെ നിന്ന് വീട് വരെ ഒരു കുറച്ച് ദൂരമേ ഉള്ളൂ. പക്ഷെ നമ്മളിന്നിപ്പം വീട്ടിലല്ല ഇടുന്നത്, നമ്മൾ അപ്പുറത്തൊരു വർക്ക്ഷോപ്പിലാണ് ഇടുന്നത്. നാളെയൊക്കെ ആകുമ്പം നമ്മൾ നമ്മുടെ വീട്ടിൽ കൊണ്ടിടും. കാരണം അത് ചെറിയൊരു പ്രശ്നമായിരിക്കുകയാണ്. നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇടുന്ന പറഞ്ഞിട്ടൊരു ചെറിയൊരു സ്ഥലം വാങ്ങിക്കണം. ഫ്രണ്ടിൽ കുറച്ച് സ്ഥലം നമുക്ക് പഞ്ചായത്തിലായിട്ടൊന്ന് പറയാനുണ്ട്. അപ്പം നമുക്ക് ഓടിച്ചുകൊണ്ട് പോവാം. നമ്മളിപ്പോൾ തൽക്കാലം വർക്ക്ഷോപ്പിലാണ് കൊണ്ടുവരുന്നത്. എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വർക്ക്ഷോപ്പാണ്. അപ്പോൾ തൽക്കാലം നമ്മളിപ്പോൾ അവിടെ ഇടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടിടും. പിന്നെ നാളെയാണ് നമ്മൾ പ്രകാശിൽ ഇതിനെ കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഒരു ചെറിയ സ്പീക്കറും കൂടെ വയ്ക്കായിരുന്നു കേട്ടോ. അതിൽ ചെറിയൊരു സ്പീക്കറാ, ബ്ലൂടൂത്ത് എല്ലാം കൊണ്ടുവന്നിരുന്നെങ്കിൽ വെച്ച് പാട്ടൊക്കെ കേട്ടുകൊണ്ട് പോവായിരുന്നു. ഗായ്സ്, ഓവർടേക്ക് ചെയ്യാൻ നോക്കിയാണ്. ഓട്ടോക്കാരൻ കയറി വന്ന്. നമുക്കെന്തായാലും റെഡിനെ ഓവർടേക്ക് ചെയ്യാം. നമ്മൾ ഓവർടേക്ക് ചെയ്ത് ഗായ്സ്.
നമ്മളങ്ങനെ ഓവർടേക്ക് ചെയ്ത് നമ്മളെ വർക്ക്ഷോപ്പ് എത്തിയിരിക്കുകയാണ്. നമ്മൾ ഈ ഒരു വർക്ക്ഷോപ്പിലാണ് നമ്മൾ നമ്മുടെ ചേസ് ഒന്ന് ഇടാനായിട്ട് പോണത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ കയറ്റുന്ന പാർക്ക് ചെയ്തിടണം. എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വർക്ക്ഷോപ്പാണിത്. അവൻ പറഞ്ഞിട്ടാണ് ഇവിടെ കൊണ്ട് ഞാൻ ഇടുന്നത്. ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചു, അപ്പോൾ അവൻ പറഞ്ഞ് കൊണ്ടിട്ടോളാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളെന്തെങ്കിലും അകത്തോട്ട് കൊണ്ടിടാം. ഇന്ന് തന്നെ നമ്മൾ വീട്ടിൽ കൊണ്ടിടും. ഇപ്പം ഏകദേശം ഒരു 4 മണിയൊക്കെ ആയി. ഇപ്പം ഏകദേശം ഒരു 4 മണിയൊക്കെ ആവും. ഒന്ന് വെട്ടമൊക്കെ വന്നു തുടങ്ങുമ്പം നമുക്ക് വീട്ടിൽ കൊണ്ട് ചേസിടാം. അപ്പോൾ ഗായ്സ് നമ്മളെ ചേസിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൊച്ചു വീഡിയോ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ പ്രകാശിൽ പോണ വീഡിയോ നാളെ തന്നെ വരണമായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.